ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിലും രാഷ്ട്ര നിർമ്മാണത്തിലും സായുധ സേന വഹിക്കുന്ന പങ്കിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ ഉദ്ഘാടനം കൊൽക്കത്തയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കരസേനയുടെ ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനമായ വിജയ്ദുർഗിലാണ് 3 ദിവസത്തെ കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ബീഹാറിലെ പൂർണിയ ജില്ലയിൽ 40,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ PP തങ്കച്ചൻ, വാഴൂർ സോമൻ MLA എന്നിവർക്ക് സഭ ചരമോപചാരം അർപ്പിച്ചു. സ്പീക്കർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, കക്ഷി നേതാക്കൾ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. ചരമോപചാരത്തിന് ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും ചേരും. രാജ്യത്താദ്യമായി എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും സ്ത്രീ പ്രത്യേക ക്ലിനിക്കുകൾ ആരംഭിക്കാനൊരുങ്ങി കേരളം. ക്ലിനിക്കുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പള്ളിത്തുറ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നാളെ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. സംസ്ഥാനത്തെ 5415 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും സേവനം ലഭ്യമാകും. എല്ലാ ചൊവ്വാഴ്ചയും പ്രവർത്തിക്കുന്ന ക്ലിനിക്കിലൂടെ വിളർച്ച, രക്താതിമർദ്ദം, പ്രമേഹം, ക്യാൻസർ സ്ക്രീനിംഗ്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള പരിശോധനകൾ എന്നിവ നടക്കും. കേരളത്തിലെ മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം പ്രഖ്യാപിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിഭാഗത്തിൽ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിനാണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനം തുമ്പമൺ ഗ്രാമപഞ്ചായത്തിനും കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിനും ലഭിച്ചു. കലാലയങ്ങളുടെ വിഭാഗത്തിൽ കണ്ണൂർ പയ്യന്നൂർ കോളേജും വിദ്യാലയങ്ങളുടെ വിഭാഗത്തിൽ കണ്ണൂർ തവിടിശ്ശേരി, വയനാട് വടുവഞ്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളും ഒന്നാമതെത്തി. പുരസ്കാര വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. കേരളത്തിൽ വോട്ടർമാരുടെ ബോധവൽക്കരണവും പങ്കാളിത്തവും ലക്ഷ്യമിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ 2 പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. വോട്ടർ സാക്ഷരതാ ക്ലബ്ബുകളെ സജീവമാക്കാനായി സ്റ്റേ റെഡി SIR ഈസ് കമ്മിങ് ക്യാമ്പയിനാണ് ആദ്യത്തേത്. CEO at ഉന്നതി ആണ് രണ്ടാമത്തെ പദ്ധതി. ഈ പരിപാടികൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ U ഖേൽക്കർ നാളെ അട്ടപ്പാടിയിൽ തുടക്കമിടും. സമുദ്രാധിഷ്ഠിത സാമ്പത്തിക വളർച്ചയിലൂടെയുള്ള സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ് ഈ മാസം 19 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം കോവളത്ത് നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ സർബാനന്ദ സോനോവാൾ, രാജീവ് രഞ്ജൻ സിംഗ്, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് അവതരിപ്പിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിക്ക് നവംബർ 1 തുടക്കമാകും. വിദേശ രാജ്യങ്ങളിൽ 6 മാസമായി ജോലി ചെയ്യുന്നതോ മറ്റ് സംസ്ഥാനങ്ങളിൽ 2 വർഷമായി ജോലി ചെയ്യുന്നതോ ആയ നോർക്ക ഐഡന്റിറ്റി കാർഡ് ഉള്ളവർക്കാണ് പദ്ധതിയിൽ ചേരാനാവുക. ഹീമോഫീലിയ ചികിത്സയിൽ വലിയ മുന്നേറ്റവുമായി സംസ്ഥാനം. രക്തസ്രാവം തടയുന്ന നൂതന ചികിത്സയായ എമിസിസുമാബ് പ്രൊഫൈലാക്സിസ് 32 വയസ്സുകാരിക്കാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ നൽകിയത്. നാളെ ആരംഭിക്കുന്ന സ്ത്രീ ക്ലിനിക്കുകൾ വഴി സ്ത്രീകളിലെ അമിത രക്തസ്രാവം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാൻ പ്രത്യേക പരിപാടിയും സർക്കാർ തയ്യാറാക്കി വരികയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെ ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് കണ്ണൂർ ജില്ലയിലെ എല്ലാ കിണറുകളും ഒക്ടോബർ 10-നകം ക്ലോറിനേറ്റ് ചെയ്യാൻ ജില്ലാ പഞ്ചായത്ത് അവലോകന യോഗത്തിൽ തീരുമാനം. പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന നീന്തൽ കുളങ്ങളും വാട്ടർ തീം പാർക്കുകളും ക്ലോറിൻ അണുനാശിനികൾ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പരിശോധന നടത്തും. ഒക്ടോബർ 2 മുതൽ ജില്ലയിൽ ജലശുചിത്വ വാരമായി ആചരിക്കാനും തീരുമാനിച്ചു. പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ രേഖാചിത്രങ്ങളുടെ ഒറിജിനലുകൾ സർക്കാരിന് കൈമാറി. ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റാണ് ചിത്രങ്ങൾ സാംസ്കാരിക വകുപ്പിന് കൈമാറിയത്. കോഴിക്കോട് കേസരി ഭവനിൽ ഈ മാസം 20 മുതൽ ആരംഭിക്കുന്ന നവരാത്രി സർഗോത്സവം കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് 22-ന് ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ നവരാത്രി സർഗ പ്രതിഭാ പുരസ്കാരം 29-ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണന് സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 119 പോയിന്റ് നഷ്ടത്തിൽ 81,786-ലും നിഫ്റ്റി 45 പോയിന്റ് നഷ്ടത്തിൽ 25,069-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 81,440 രൂപയും ഗ്രാമിന് 10 രൂപ താഴ്ന്ന് 10,180 രൂപയുമാണ് ഇന്നത്തെ വില. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ UAE-ക്കെതിരെ ഒമാന് 173 റൺ വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത UAE 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഒമാൻ 13 ഓവറിൽ 6 വിക്കറ്റിന് 88 റൺസ് എന്ന നിലയിലാണ്. ഇന്നത്തെ 2ാം മത്സരത്തിൽ ഹോങ്കോങ്ങിനെതിരെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു.
കാഴ്ച പരിമിതരുടെ വനിതാ 2020 ലോകകപ്പിനായുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് റിസർവ് ടീമിൽ ഇടം നേടി മലയാളി താരം ജംഷീല. ബംഗളൂരുവിൽ നടന്ന സെലക്ഷൻ ട്രയൽസ് പ്രകടനമാണ് പാലക്കാട് സ്വദേശിയായ ജംഷീലയ്ക്ക് ടീമിലേക്കുള്ള വാതിൽ തുറന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.